ഫ്രണ്ട്സ്, റഷ്യൻസ് നല്ല രീതിയിൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫിറ്റ്നസ്, സ്വിമ്മിങ്, അതുപോലെ തന്നെ സൈക്ലിങ് അതൊക്കെ ഭയങ്കരമായിട്ടും അത് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുത്തെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളുണ്ട്, ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം വെച്ചിട്ടുണ്ട്, ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. കുട്ടികൾക്കും അതേപോലെ തന്നെ സീനിയർ സിറ്റിസണൊക്കെ ആണെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്കിപ്പോൾ വരുന്നത് നമ്മുടെ അവേഴ്സ്, എത്ര അവേഴ്സാണ് നമ്മൾ എടുക്കുന്നതെന്നനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ 800 എന്നുള്ള 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ അങ്ങനെയുള്ളൊരു പാക്കേജാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ മന്ത്ലി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് കയറുക. റിസപ്ഷൻ ഇങ്ങനെയൊക്കെയാണ്, നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളുടെ ജാക്കറ്റും പുറത്തുനിന്ന് ഇട്ടുകൊണ്ട് വന്ന ഷൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് ഊരി വയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറണം. എന്നിട്ട് നമ്മളുടെ ഡ്രസ്സ്, ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് മാറ്റി വയ്ക്കേണ്ടത്. ഇവിടെ നമുക്ക് ഷെൽഫിന് കീ തരും റിസപ്ഷനിൽ നിന്ന്. അവിടെ വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സേഫായിട്ട് ഈ ഷെൽഫിനുള്ളിൽ വെക്കുക. സ്വിമ്മിങ്ങിന് പോകുമ്പോൾ ആവശ്യമായിട്ട് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വിമ്മിങ് സൂട്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം. 2 ചെപ്പല പുറത്തിടുന്നത്, ഉള്ളിലേക്ക് ഇടുന്നത്. അതുപോലെ തന്നെ കുളിക്കണം നിർബന്ധമായിട്ട്, സ്വിമ്മിങ്ങിന് മുമ്പും അതിന് ശേഷവും കുളിക്കണം. അതുപോലെ തന്നെ ക്യാപ്പ്, മുടി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം. സ്വിമ്മിങ്ങിനുള്ള ക്യാപ്പ് നമ്മൾ വാങ്ങിച്ചിരിക്കണം. അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവർ സ്വിമ്മിംഗ് പൂളിലേക്ക് നമ്മളെ അനുവദിക്കത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ സ്വിമ്മിങ്ങിന് ഫിറ്റ് ആണെന്നുള്ളത് ഫുൾ ചെക്കപ്പ്, മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് റഷ്യയിലെ നിബന്ധനകൾ. നിങ്ങൾ ഓരോ നാട്ടിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വോമാണ്, അതുകൊണ്ട് നമുക്ക് തണുപ്പ് കാലത്തും സ്വിമ്മിംഗ് പൂളൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്